ആ ഒരു ലവ് വേറെ ഒരാൾക്കും കൂടെ ഷെയർ ചെയ്യുന്നു എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണല്ലോ നടക്കുന്നത് വേറെ ഒരാളെ മാരേജ് ചെയ്യുമ്പോൾ. ആ ഒരു റിയാക്ഷൻ സോനയുടെ എങ്ങനെയായിരുന്നു? ആ ടൈമിൽ കരച്ചിലായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞ കരഞ്ഞു. ഞാൻ പറയട്ടെ, എന്നെ പോലും ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല, എന്നെ പോലെ വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ ആ ടൈമിൽ ആർക്കും ഫസ്റ്റ് പറയുമ്പോൾ ഒരു വിഷമവും സങ്കടമൊക്കെ ഉണ്ടെങ്കിലും അപ്പോഴത്തേക്കും എനിക്ക് ഇയാളെ വിട്ടു എന്ന് പറയാനുള്ള മനസ്സില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണ്. അപ്പോഴത്തേക്കും പറ്റൂല, എന്നെ കൊച്ചു ആ പെണ്ണിനെ വിട്ടോളണം എന്ന് പറയാനുള്ള സാധനമില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ ഓൾറെഡി തിക്കായി. അപ്പോഴത്തേക്കും ഓക്കെ, ആ ഒരു ടൈമിലുള്ള ഒരു സങ്കടം മാത്രം. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് ആ ഫ്രണ്ട്ഷിപ്പ് കൂടി ഒരു സിസ്റ്റർ ടൈപ്പ് ആയി. സുഹാനയ്ക്കെതിരെ സംസാരിച്ച എല്ലാവർക്കും എതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് ബഷീറും കുടുംബവും. സുഹാനയുടെ ഒരു നിസ്സഹായാവസ്ഥയെ കുറിച്ചാണ് എല്ലാവരും തന്നെ വീഡിയോ ഇട്ടത്. അവരവിടെ സഹിച്ചു നിൽക്കുകയാണ്. അവരെന്തിനിങ്ങനെ ചെയ്യുന്നു? ബഷീർ രണ്ടാമത് വിവാഹം കഴിച്ചപ്പോൾ എല്ലാം സഹിച്ച് സുഹാന സ്വയം ഏറ്റെടുത്താണ് ഇതെല്ലാം ചെയ്തത്. അവിടെ നിന്ന് ഇറങ്ങി പോകുന്നൂടെ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആരാധകരുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ആരാധകരൊക്കെ നിങ്ങളുടെ വീഡിയോ കണ്ടോളൂ, നിങ്ങളെ സപ്പോർട്ട് ചെയ്തോളൂ. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്ന എന്തിനാണ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവരുടെ വീഡിയോയ്ക്ക് അടിയിൽ വന്ന കമന്റുകൾ. സുഹാന അത് സഹിച്ചു നിൽക്കാൻ, ഇനിയിപ്പം അത് ശരിയോ തെറ്റോ എന്നതിലപ്പുറം സുഹാന അത് സഹിച്ചു നിൽക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ എന്താണ് കുഴപ്പം? സ്ത്രീയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഭാര്യയെ സംബന്ധിച്ച്, എസ്പെഷ്യലി മക്കളുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും, കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്യണം. അവർ സ്ത്രീകളെ കുറിച്ച് ചിന്തിക്കുവാണെങ്കിൽ ചിലപ്പം അവർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇപ്പൊ സുഹാനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബഷീർ രണ്ടാമത് വിവാഹം കഴിച്ചു, അതുകൊണ്ട് സുഹാന സഹിച്ചു നിൽക്കുന്നു എന്നതിലപ്പുറം സുഹാന ബഷീറിനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെങ്കിലും സുഹാന സഹിച്ചു നിൽക്കുമല്ലോ. സുഹാനയുടെ ഈ വിഷയം വെച്ചുകൊണ്ട് വീഡിയോ ഇട്ട് എല്ലാവർക്കും എതിരെ അവർ കേസ് കൊടുത്തു. അതിൽ എടുത്തു പറയേണ്ടത് സുഹാനയും കൂടെ ചേർന്നിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഷഫീന സുൽത്താൻ, പിന്നെ വിവി ഹിയർ, മൂപ്പൻസ് ബ്ലോഗ്, അതുൽ ബ്ലോഗ്, ഇവർക്കെല്ലാം എതിരെ കേസ് കൊടുത്തു. അപ്പൊ ഇവരൊക്കെ ഒരുപക്ഷെ സുഹാനനെ സപ്പോർട്ട് ചെയ്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ നമുക്കറിയത്തില്ല അവർ മെന്റലി ഡിസ്റ്റർബ്ഡ് ആണോ, മെന്റലി ഡിസ്റ്റർബ് അല്ലയോ, അവർ ഹാപ്പിയാണോ, ഹാപ്പി അല്ലയോ, ഏത് സാഹചര്യത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. മേ ബി സുഹാന ചിലപ്പോൾ എല്ലാം സഹിച്ച് ജീവിക്കുമായിരിക്കും, ചിലപ്പോൾ മക്കളെ ഓർത്തായിരിക്കും സഹിച്ച് ജീവിക്കുന്നത്. ഇപ്പൊ ഒരു കല്യാണം കഴിച്ച ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അവരെല്ലാം 100% ഹാപ്പിയാണോ ഒരു സ്ത്രീ? അപ്പൊ സുഹാനയുടെ ആരാധകർ എന്ത് ചെയ്യുക? സുഹാനനെ സപ്പോർട്ട് ചെയ്യുക, അതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരുപക്ഷെ സുഹാനയ്ക്ക് ബഷീറിന് അത്രയ്ക്ക് ഇഷ്ടമായിരിക്കും, അതുകൊണ്ടായിരിക്കും സുഹാന അവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ കുട്ടികളെ ഓർത്തിട്ടായിരിക്കും, കുട്ടികൾക്ക് കുട്ടികളുടെ അപ്പനെ ഭയങ്കര ഇഷ്ടമായിരിക്കും, അതുകൊണ്ടാകും ഒരുപക്ഷെ സുഹാന അവിടെ സഹിച്ച് നിൽക്കുന്നത്. ഇതൊന്നുമല്ല, സുഹാന അവിടെ സഹിക്കാൻ റെഡിയാണെങ്കിലും നമുക്ക് ആർക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ സഹിക്കാൻ റെഡിയാണ്, അത് തന്നെയാണല്ലോ ഇപ്പോൾ ഈ കേസിൻ്റെ ഒരു കാരണം. അങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ ഇടയിലില്ല, ഞങ്ങളെല്ലാം സന്തുഷ്ടരായിട്ടാണ് ജീവിക്കുന്നത്, കാണുന്ന നിങ്ങളുടെ കണ്ണിലെ കുഴപ്പമാണെന്നാണ് അവരിപ്പോൾ പറയുന്നത്. അപ്പോൾ സുഹാനയ്ക്ക് വേണ്ടി സംസാരിച്ചവരാണ് ഇപ്പം സുഹാനയ്ക്ക് വേണ്ടി സംസാരിച്ചവർക്കെതിരെ ഇപ്പോൾ കേസായിരിക്കുകയാണ്. എന്തായാലും ആ ഒരു വിഷയത്തെ ചൊല്ലി ഒരുപാട് വിവി ഹിയർ ആണെങ്കിലും മൂപ്പൻസ് ബ്ലോഗ് ആണെങ്കിലും പുള്ളിയെ വിളിച്ചു, ബഷീറിനെ വിളിച്ചു. പുള്ളി അത് റെക്കോർഡ് ചെയ്ത് പുള്ളിയുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുമുണ്ട്. അങ്ങനെ അതിന് അവർക്ക് പറയാനുള്ളതും പുള്ളിക്ക് പറയാനുള്ളതും അങ്ങനെ കേട്ടിട്ടാണ് ഇപ്പൊ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. ഷഫീന ചേച്ചി പറയുന്നത് ശരിയാണ്, ഇങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന സ്ത്രീകളുണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരും ഇതുപോലുള്ള സാഹചര്യത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് അവരവരുടെ വീട്ടിൽ തന്നെ നിൽക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു മാതൃകയാകണം എന്നാണ് ഷഫീന ചേച്ചി പറയുന്നത്. പക്ഷെ അവര് പറയുന്നു, എന്നാൽ സുഹാന പറയുന്നു ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, ഞങ്ങൾ വളരെ ഹാപ്പിയാണെന്നാണ് പറയണത്. അങ്ങനെയാണെങ്കിൽ സുഹാന ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ഒന്നുമല്ലെങ്കിലും സുഹാനയുടെ കുട്ടികളുടെ അപ്പൻ്റെ കൂടെയല്ലേ താമസിക്കണേ. ആ ഒരു കാര്യം കൊണ്ട് തന്നെ അവർ സന്തുഷ്ടരാണ് എങ്കിൽ അങ്ങനെ തന്നെ സന്തോഷമായിട്ട് പോകട്ടെ. എന്തൊക്കെ പറഞ്ഞാലും ബഷീർക്കും ഫാമിലിക്കും ഒക്കെ ഭയങ്കര ആരാധകരാണ്, അവർക്ക് എന്നും നല്ല സപ്പോർട്ടുണ്ട്. അങ്ങനെ അവരുടെ ആ സപ്പോർട്ട് അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ. സുഹാനയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്നവർ സുഹാനയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അവർക്ക് ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണ്, അവരിങ്ങനെ പുറത്തോട്ട് വരുവാണെങ്കിൽ ഓക്കെ, അന്നേരവും നിങ്ങളുടെ ഈ സപ്പോർട്ട് അവർക്ക് കൊടുക്കുക. അത്രയേ ഉള്ളൂ പറയാനുള്ളത്. അന്നേരം നിങ്ങൾ അവരെ കുത്തരുത്. സുഹാന ഒരുപക്ഷെ ഫ്യൂച്ചറിൽ എനിക്ക് ഇത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് ഓക്കെ, നിങ്ങൾ ആരാധകർ 2 കൈ നീട്ടി സ്വീകരിക്കണം സുഹാനേനെ. അന്നേരം പറയരുത് ഞങ്ങൾ അന്ന് പറഞ്ഞല്ലേ ഇട്ടിട്ട് പോരാ, നിങ്ങൾ എന്തുകൊണ്ട് ഇട്ടിട്ട് പോകുന്നില്ല, അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഓക്കെ, അത് അവരുടെ തീരുമാനമാണെങ്കിൽ അങ്ങനെ ആവട്ടെ. അപ്പോഴും ആരാധകരുടെ സപ്പോർട്ടാണ് അവർക്ക് വേണ്ടത്, അത് അങ്ങനെ തന്നെ ആവട്ടെ. ബഷീർ വന്നതിന് ശേഷം സുഹാനയും മഷൂറയും ഒക്കെ ആയിട്ട് ബഷീർ ഒന്നിച്ചുള്ള ഒരു വീഡിയോസ് ഒക്കെയാണ് എല്ലാവരും കണ്ടത്, അവരുടെ ആരാധകർ കണ്ടത്. അതിൽ അവർ ഹാപ്പിയാണെങ്കിൽ അവർ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കട്ടെ. മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.